ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഉച്ചയൂടിന് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വിഭവമായിട്ടാണ്. വെണ്ടയ്ക്ക ഫ്രൈ ആട്ടോ അതിനുവേണ്ടി ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മഞ്ഞപ്പൊടി, മുളകുപൊടി, ഉപ്പ്, പിന്നെ വെണ്ടയ്ക്ക, പിന്നെ 2 സവാള. ഇത്രയും ഐറ്റംസ് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കണം. എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വെണ്ടയ്ക്ക നമ്മൾ നന്നായിട്ട് കഴുകി വാരി എടുക്കുകയാണ് വേണ്ടത്. നമുക്ക് കാണുമ്പോൾ നമ്മൾ ഭംഗിയുള്ളതാക്കിയിട്ട് തോന്നും, പക്ഷെ അതിന്റെ പുറമേയൊക്കെ ചിലതെല്ലാം അങ്ങനെ പൊടികൾ അല്ലെങ്കിൽ തലമുടിയൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് നമുക്ക് വേർതിരിച്ചെടുക്കാം. ഇനി നമ്മൾ രണ്ടാമത് ചെയ്യാൻ പോകുന്നത് അതിന്റെ തലയും വാലും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുവാണ്. ആ മുകളിലത്തെയും താഴത്തേക്ക് ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ചിലപ്പോൾ പുഴുവൊക്കെ ഉണ്ടാവും. കാണുമ്പോൾ നല്ല വെണ്ടയ്ക്ക, നല്ല ഫ്രഷ് വെണ്ടയ്ക്ക എന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷെ അതിന്റെ ഉള്ളിലൊക്കെ ചിലപ്പോൾ കുഞ്ഞു കുഞ്ഞു പുഴുക്കളൊന്നും നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. അപ്പൊ അതുകൊണ്ട് നന്നായിട്ടത് കട്ട് ചെയ്യാൻ നേരത്ത് നമ്മളത് ശ്രദ്ധിച്ച് ചെയ്യാം. ഞാനിപ്പോൾ 1/2 കിലോ നമ്മുടെ വെണ്ടയ്ക്ക തന്നെയാട്ടോ വെണ്ടയ്ക്ക ഫ്രൈക്ക് ചെയ്യാൻ വേണ്ടി. കാരണം വെണ്ടയ്ക്ക എന്ന് പറഞ്ഞാൽ ഒന്നാമത് ചെറുതാണ്, പിന്നെ നമ്മൾ ഒന്ന് ഫ്രൈ ആക്കുമ്പോൾ തന്നെ കുറച്ചേ നമുക്ക് കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ 1/2 കിലോ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനതെല്ലാം തന്നെ ആ തലയും വാലും ഒക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. കണ്ടില്ലേ, എനിക്ക് ഇത്രയും വേസ്റ്റായിട്ട് തന്നെ അത്രയും വെണ്ടയ്ക്ക് കിട്ടി. അതിൻ്റെ ഉള്ളിലൊക്കെ പുഴുവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നന്നായിട്ടത് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളിങ്ങനെ മീനിൻ്റെയൊക്കെ നമ്മൾ ആ ഒരു നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്യില്ലേ, അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ വെണ്ടയ്ക്കയുടെ ഇങ്ങനെ കട്ട് ചെയ്യുക. കാരണം മസാലാസ് ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കട്ട് ചെയ്യുന്നത്. അപ്പം എല്ലാം തന്നെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം. ഒരു പാർട്ട് മാത്രം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം എല്ലാ മസാലാസൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഭാഗം നമ്മൾ മീനിനൊക്കെ ചെയ്യില്ലേ, അതുപോലെ തന്നെ ചെയ്താൽ മതി. വെണ്ടയ്ക്കെല്ലാം തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ മഞ്ഞൾപ്പൊടി, മുളകുപൊടി, ഉപ്പും കൂടി ഇട്ടൊന്ന് പുരട്ടി വയ്ക്കാം. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളകുപൊടി, പിന്നെ 1/4 ടീസ്പൂൺ മാത്രമാണ് ഞാൻ ഉപ്പെടുത്തിട്ടുള്ളൂ. കാരണം വെണ്ടയ്ക്ക എന്ന് പറഞ്ഞാൽ ഒന്നാമത് ചെറുതുമാണ്, പെട്ടെന്ന് ചുങ്ങി പോകുന്നത് കൊണ്ട് നമ്മൾ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഉപ്പ് മാത്രമാവും. അപ്പം അതുകൊണ്ട് 1/4 മാത്രം, 1/4 ഇല്ലെങ്കിൽ കൂടിയും അരയായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ കുറച്ച് വെള്ളത്തിലൊന്ന് നമ്മൾ പുരട്ടിയെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളമായാലും മതി. ഒരു മെഴുക് രീതിയിൽ നമ്മൾ ഒന്ന് പുരട്ടിയെടുക്കാൻ പോവാണ്. ഇതിപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആ സെയിം ഇത് തന്നെയാണ് നമ്മൾ ചെയ്യണത്. ഞാനിപ്പോൾ ടോട്ടൽ 3 ടേബിൾ സ്പൂൺ വെള്ളാട്ടോ, ആ ഒരു ക്രമത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ മീൻ ചെയ്യുന്ന അതേ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഓരോരോ വെണ്ടയ്ക്കായിട്ട് നമ്മളൊന്ന് പുരട്ടി കൊടുക്കാം. അതിൻ്റെ ഉള്ളിൽ നമ്മൾ കട്ട് ചെയ്തതിൻ്റെയൊക്കെ ഉള്ളിലേക്ക് നമ്മൾ ആ ഒന്ന് പുരട്ടി വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇതിപ്പോൾ ചെറിയൊരു സൈസ് ആയതുകൊണ്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇങ്ങനെ പുരട്ടിക്കൊണ്ടേയിരിക്കണം. എല്ലാം നമ്മൾ ഓരോന്നോരോന്ന് സെപ്പറേറ്റ് എടുത്ത് പുരട്ടി കഴിഞ്ഞാൽ മാത്രമാണ് അതിൽ പിടിച്ചിട്ടുണ്ടാവുള്ളൂ. എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ചില ഭാഗത്ത് ഉപ്പും ചില ഭാഗത്ത് മുളകും അങ്ങനെയൊക്കെ വരും. അപ്പം അതുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് തന്നെ എടുത്ത് നമ്മൾ ചെയ്യണം. അങ്ങനെ ഓരോന്നും നമുക്കങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ എല്ലാം തന്നെ പുരട്ടി വച്ചിട്ടുണ്ട്. എല്ലായിടത്തും നല്ലോണം ആ ഒരു മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ഒക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ കട്ട് ചെയ്തതിൻ്റെയൊക്കെ ഉള്ളിലൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ പറ്റിപ്പിടിച്ചതിരുന്നോളും. അപ്പോൾ നന്നായിട്ട് പറ്റിപ്പിടിച്ചിരിക്കാൻ വേണ്ടി ഞാനൊരു 15 മിനിറ്റ് അടച്ചും കൂടെ വയ്ക്കാൻ പോവാണ്. ഇനി നമുക്ക് സവാള വഴറ്റാനുള്ള കാര്യത്തിലേക്ക് കിടക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 2 സവാളയാട്ടോ. ആ 2 സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മളൊരു ക്രിസ്പി പരുവം നമ്മൾ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, എന്ന് വെച്ചാൽ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നീളത്തിൽ തന്നെ അരിഞ്ഞേക്കുന്നത്.
ഇനി നമുക്ക് പാൻ നന്നായിട്ട് ചൂടാക്കാം. പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ മാത്രമാണ് ചേർക്കുന്നത് കേട്ടോ. ആ 2 സവാള വഴറ്റിയെടുക്കാൻ വേണ്ടി മാത്രം. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം തന്നെ ഇട്ട് കൊടുക്കാം. നമുക്ക് സവാള വഴറ്റാണ്ടും വെണ്ടയ്ക്ക ഡയറക്റ്റ് ഫ്രൈ ചെയ്തിട്ട് അങ്ങനെയും നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. അതിനേക്കാളൊക്കെ കൂടുതൽ ടേസ്റ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇത് വഴറ്റിയിട്ട് ഫ്രൈയുടെ മുകളിൽ വെച്ച് നമ്മൾ കഴിക്കുന്നത് തന്നെയാണ്. അതൊക്കെ ചോറിൻ്റെ കൂടെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വേറെ കറിയുടെ പോലും നമുക്ക് ആവശ്യമില്ല. നമ്മൾ നന്നായിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. കൈയിനൊട്ടും തന്നെ വിശ്രമം കൊടുക്കാണ്ട് ഒരു 15-18 മിനിറ്റ് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ക്രിസ്പി പരുവം നമുക്ക് കിട്ടും. അപ്പോൾ കുറച്ച് ടൈം എടുക്കും, എന്നാലും നല്ല ടേസ്റ്റിയോടുകൂടി നമുക്ക് കഴിക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ അത് ഇട്ടേക്കുന്നത്. ഒരു 5 മിനിറ്റ് നന്നായിട്ട് വഴറ്റി വരുമ്പോൾ നമുക്ക് ഉപ്പ് ചേർക്കാം. കണ്ടില്ലേ, 5 മിനിറ്റ് നന്നായി വഴറ്റിയിട്ടുണ്ട്. കണ്ടോ, കളറൊക്കെ മാറിയും വരുന്നുണ്ട്. പിന്നെ സവാള ചുങ്ങുകയും ചെയ്തു. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം. ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പ് മാത്രമാണ് ചേർക്കുന്നത് കേട്ടോ. ഇതിലേക്ക് മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റിക്കൊടുക്കാം. ഒരു 10 മിനിറ്റും കൂടെ നമ്മളിനി വഴറ്റിക്കൊണ്ടിരുന്നാൽ മതി. ഇവിടെ മഹാരാഷ്ട്രയിൽ ചപ്പാത്തിയുടെയും റൊട്ടിയുടെയും ഒക്കെ കൂടെ ഇതാട്ടോ ഈ ഒരു ഭിണ്ടി ഫ്രൈ ആണ് അവർ കഴിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അവർ ചെയ്തെടുത്ത് കഴിക്കുന്നത്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇങ്ങനെ ഈ സവാളയൊക്കെ വെതറിയിട്ടാണ് അവർ കഴിക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് ഞാനിത് പഠിച്ചത്. കണ്ടില്ലേ, ഒരു 8 മിനിറ്റും കൂടെ കൂടുതൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ കളറൊക്കെ നന്നായിട്ട് മാറി മാറി ക്രിസ്പി ലെവലിലേക്ക് വരുന്നുണ്ട്. ഇനി നമുക്കൊരു 3-4 മിനിറ്റും കൂടെ നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരുന്നാൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു പരുവം നമുക്ക് കിട്ടും. നന്നായിട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ പറഞ്ഞ് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല കിലുകിലാന്ന് പറഞ്ഞിരിക്കുന്ന സവാള നമുക്ക് കിട്ടിയിട്ടോ. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ പരുവം. ഇനിയിപ്പോൾ നമ്മൾ കൂടുതൽ വഴറ്റേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമുക്ക് ഡയറക്റ്റ് പാത്രത്തിലേക്ക് അത് മാറ്റാം. കണ്ടില്ലേ, ഈ ഒരു ബ്രൗൺ കളർ തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മുടെ സവാള വഴറ്റിയതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെയിം പാനിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം നമ്മൾ വെജിറ്റബിൾ ഓയിൽ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ടേസ്റ്റൊക്കെ ഒരുപോലെയൊക്കെ തന്നെയാണ്. നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ഓരോരോ പിടിയായിട്ട് നമുക്ക് 2-3 പ്രാവശ്യം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് അവിടെ കിടന്ന് ഫ്രൈ ആയിക്കോളും. നമ്മൾ മീൻ വറക്കുന്ന അതേ ഒരു പരുവം തന്നെയാട്ടോ. ആദ്യത്തെ പാർട്ട് ഒരു 2 മിനിറ്റ് കടന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ മറിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ചുങ്ങി പോകുന്നതല്ലേ, അപ്പോൾ നമുക്ക് 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നല്ല ആ ഒരു ക്രിസ്പി നമ്മൾ മീൻ എങ്ങനെയാണോ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് വരും. ഇത് 2 മിനിറ്റ് അതവിടെ കിടക്കട്ടെ. നമ്മൾ ഇനി ഇളക്കി കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ ആ ഒരു 4 ഭാഗവും ഒന്ന് ജസ്റ്റ് ഒന്ന് താത്തി കൊടുത്താൽ മാത്രം മതി. 2 മിനിറ്റ് നമ്മുടെ ആവാറായിട്ടുണ്ട്. 2 മിനിറ്റ് ആയി. കണ്ടില്ലേ, ആ ഒരു കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ചുങ്ങിപ്പോവും. 2 മിനിറ്റ് തന്നെ ധാരാളമാണ്. ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം.
ഇപ്പൊ തന്നെ നല്ല ആ ഉപ്പേരിയാക്ക് വറക്കാൻ നേരത്ത് കിളികിലാന്നും പറഞ്ഞ് ഒച്ച വരില്ലേ, ആ ഒരു ഒച്ച വന്ന് തന്നെ തുടങ്ങിട്ടോ. ഇനിയിപ്പോ ഒരു മിനിറ്റും കൂടെ കിടന്നാൽ മതി. 1 മിനിറ്റും കൂടെ കിടന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫ്രൈ പരുവം നമുക്ക് കിട്ടും. പെട്ടെന്ന് തന്നെ നമുക്ക് രാത്രിയിലൊക്കെ ഒന്നും കഴിക്കാൻ കറിയൊന്നും ഇല്ല എങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സംഭവം കേട്ടോ. കണ്ടോ, നമ്മുടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് ഇത് മാറ്റാം. കിളികിലാന്നും പറഞ്ഞിട്ടാട്ടോ അതിൻ്റെ ഒച്ച വരുന്നത്. ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-2.5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമുക്കത് കോരിയെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് രണ്ടാമത്തെ ബാച്ച് ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കിയുള്ള വെണ്ടയ്ക്കൊക്കെ നമുക്കിനി ഇത് ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം ചെയ്ത അതേ രീതിയിൽ തന്നെ നമുക്ക് ഇതും ചെയ്തു കൊടുക്കാം. അങ്ങനെ വെണ്ടയ്ക്ക ഫ്രൈയും വഴറ്റിയതും ഒക്കെ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ വഴറ്റി വെച്ചിരിക്കുന്നത് ഈ വെണ്ടയ്ക്കയുടെ മുകളിലൊന്ന് ഇട്ട് നമുക്കൊന്ന് റെഡിയാക്കാം. ഒന്ന് നമ്മൾ തൂവി ഒന്ന് വെതറി നമ്മളൊന്ന് കൊടുത്താൽ മതി. ആ കിലുകില സവാളയും ആ കിലുകില വെണ്ടയ്ക്കയും എല്ലാം കൂടെ നമ്മൾ ഇങ്ങനെ കൂട്ടി വെച്ച് കഴിക്കാൻ നേരത്തില്ലേ, അപാര ടേസ്റ്റ് ആട്ടോ. ചോറിന്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും ഒക്കെ. പണ്ടൊക്കെ നമ്മൾ ഈ സവാള അല്ലെങ്കിൽ കുഞ്ഞുള്ളിയൊക്കെ വഴറ്റി നമ്മൾ ചോറിന്റെ കൂടെ കഴിക്കാറില്ലേ, അതേ ടേസ്റ്റ്. അതിനേക്കാളും അടിപൊളി ടേസ്റ്റ് ആണ് നമ്മൾ വെണ്ടയ്ക്കയും കൂടി നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ. നമ്മളിത് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ചോറ് വിളമ്പിയിട്ട് കഴിക്കാനൊക്കെ തോന്നണില്ലേ. അടിപൊളിയാട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഫൈനൽ മേക്ക് ഓവറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോസായിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ.